പുഷ്പാദേവിയുടെ ജീവിതം ഒരു സ്വപ്നം പോലെയായിരുന്നു എന്ന് പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നും. നഗരത്തിലെ ഏറ്റവും വലിയ ബംഗ്ലാവുകളിൽ ഒന്ന് അവരുടേതായിരുന്നു. വില കൂടിയ പട്ടുസാരികളും വജ്രാഭരണങ്ങളും ദാസന്മാരും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ആ വലിയ കൊട്ടാരത്തിനുള്ളിൽ പുഷ്പ അനുഭവിച്ചിരുന്ന ശൂന്യത ആരും കണ്ടില്ല. അവരുടെ ഭർത്താവിന്റെ അപ്രതീക്ഷിത മരണം പുഷ്പയുടെ ലോകമാകെ മാറ്റിമറിച്ചു. സ്നേഹനിധിയായ ഭർത്താവിന്റെ വേർപാട് അവരെ തളർത്തിയതിനേക്കാൾ വലിയ ആഘാതമായിരുന്നു അതിനുശേഷം നടന്ന സംഭവങ്ങൾ. ഭർത്താവിന്റെ മരണാന്തര ചടങ്ങുകൾ പോലും കഴിയുന്നതിനു മുമ്പ് തന്റെ സ്വന്തം എന്ന് കരുതിയിരുന്ന ബന്ധുക്കൾ പുഷ്പയുടെ ശത്രുക്കളായി മാറി. അവരുടെ കണ്ണുകൾ പുഷ്പയുടെ ദുഃഖത്തിലല്ലായിരുന്നു, മറിച്ച് അവശേഷിപ്പിച്ചു പോയ കോടികളുടെ സ്വത്തിലായിരുന്നു. പുഷ്പയെ ആശ്വസിപ്പിക്കുന്നതിനു പകരം ഓരോരുത്തരും എങ്ങനെ ആ സ്വത്ത് കൈക്കലാക്കാം എന്ന തന്ത്രങ്ങൾ മെനഞ്ഞു. ഏറ്റവും വിശ്വസ്തരെന്ന് കരുതിയവർ പോലും ചതിയുടെ മുഖം മൂടി അണിഞ്ഞു. സ്വത്തിനു വേണ്ടി അവർ പുഷ്പയെ മാനസികമായി തളർത്തി. ഓരോ ദിവസവും അപവാദങ്ങളും കുറ്റപ്പെടുത്തലുകളും കൊണ്ട് ആ ജീവിതം നഗരതുല്യമാക്കി. പണം മനുഷ്യനെ എത്രത്തോളം ക്രൂരനാക്കുമെന്ന് പുഷ്പ നേരിട്ട് കണ്ടു. തന്റെ ചുറ്റുമുള്ളവർക്ക് സ്നേഹത്തെക്കാൾ വലുത് പണമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർക്ക് ജീവിതത്തോടുള്ള ആഗ്രഹം നശിച്ചു. ആ വലിയ ബംഗ്ലാവിലെ ഓരോ മുറിയും അവരെ ശ്വാസം മുട്ടിച്ചു. ഒടുവിൽ ഇനി ഈ ഭൂമിയിൽ തനിക്ക് ആരുമില്ലെന്നും ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്നും അവർ ഉറപ്പിച്ചു. ആ വൈകുന്നേരം പുഷ്പ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സാരി ഉടുത്തു. ആഭരണങ്ങളെല്ലാം അണിഞ്ഞു. പക്ഷെ അവയൊന്നും അവരുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചില്ല. അവർ നഗരത്തിനു പുറത്തുള്ള പുഴയുടെ തീരത്തേക്ക് നടന്നു. സന്ധ്യാസമയത്തിന്റെ ചുവന്ന വെളിച്ചം പുഴവെള്ളത്തിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. കാറ്റിന് ഒരു തരം നിശബ്ദത കലർന്നിരുന്നു. പുഴയുടെ ആഴങ്ങളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ പുഷ്പയുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ മിന്നിമറഞ്ഞു. തന്റെ സന്തോഷകരമായ നാളുകൾ, ഭർത്താവിന്റെ ചിരി, എല്ലാം ഇന്നലെ നടന്നതുപോലെ അവർക്ക് തോന്നി. എന്തിനാണ് ഞാൻ ഈ ലോകത്ത് ഒറ്റയ്ക്ക് കഴിയുന്നത്? ആർക്കു വേണ്ടി എന്ന ചോദ്യം അവരുടെ ഉള്ളിൽ മുഴങ്ങി. തനിക്കു ചുറ്റുമുള്ള വഞ്ചകരായ മനുഷ്യരെക്കാൾ നല്ലത് ശാന്തമായി ഒഴുകുന്ന ഈ പുഴയാണെന്ന് അവർക്ക് തോന്നി. ഒരു നിമിഷം അവർ തന്റെ കണ്ണുകൾ അടച്ചു. ഒരു ദീർഘശ്വാസം എടുത്തു. ജീവിതത്തിലെ എല്ലാ വേദനകളും ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേരുമെന്ന് അവർ പ്രത്യാശിച്ചു. ഒട്ടും മടിക്കാതെ പുഷ്പ പുഴയുടെ ആഴങ്ങളിലേക്ക് എടുത്തു ചാടി. വെള്ളത്തിന്റെ തണുപ്പ് ശരീരത്തിൽ അടിച്ചപ്പോൾ ബോധം മറയുന്നതിന് തൊട്ടു മുമ്പ് അവർക്ക് തോന്നിയത് ഒരു വലിയ ആശ്വാസമായിരുന്നു. ഒടുവിൽ താൻ രക്ഷപ്പെട്ടു എന്നൊരു തോന്നൽ. എന്നാൽ വിധി പുഷ്പക്കായി മറ്റൊന്നാണ് കരുതി വെച്ചിരുന്നത്. ആ പുഴയുടെ ആഴങ്ങളിൽ നിന്ന് ഒരു പുതിയ ജീവിതം അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആഡംബരങ്ങളുടെ ലോകത്തു നിന്ന് മനുഷ്യത്വത്തിന്റെ ലോകത്തേക്കുള്ള ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു ആ ആത്മഹത്യാശ്രമം. പുഷ്പയുടെ ശൂന്യമായ മനസ്സിലേക്ക് വെളിച്ചം വീശാൻ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. പണമല്ല, സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് അവരെ പഠിപ്പിക്കാൻ പോകുന്ന ആ യാത്ര അവിടെ തുടങ്ങുകയായിരുന്നു. അതേസമയം പുഴയുടെ തീരത്തെ പുൽമേടകളിലൂടെ തന്റെ ആടുകളെയും മേച്ച് മടങ്ങുകയായിരുന്നു രാമു എന്ന യുവാവ്. 20-22 വയസ്സ് മാത്രം പ്രായമുള്ള രാമു ആ ഗ്രാമത്തിലെ ഏറ്റവും പാവപ്പെട്ടവനായിരുന്നു. കീറിപ്പറഞ്ഞ പഴയ വസ്ത്രങ്ങളും ചെരുപ്പില്ലാത്ത പാദങ്ങളും അവന്റെ ദാരിദ്ര്യം വിളിച്ചോതുന്നുണ്ടായിരുന്നു. സന്ധ്യാസമയത്തെ ചുവന്ന വെളിച്ചത്തിൽ പുഴയുടെ നടുവിൽ വലിയൊരു ഓളം വെട്ടുന്നത് രാമുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആരോ വെള്ളത്തിൽ വീണതാണെന്ന് തിരിച്ചറിഞ്ഞ അവൻ ഒട്ടും വൈകിയില്ല. അയ്യോ എന്നുറക്കെ വിളിച്ച് രാമു പുഴയുടെ തീരത്തേക്ക് ഓടി. തന്റെ കയ്യിലുണ്ടായിരുന്ന വഴി ദൂരേക്കെറിഞ്ഞ് രാമു ആ തണുത്ത പുഴയിലേക്ക് എടുത്തു ചാടി. പുഴയുടെ ഒഴുക്ക് ശക്തമായിരുന്നു. തണുപ്പ് അവന്റെ അസ്ഥികളിലേക്ക് തുളച്ചു കയറി. എങ്കിലും മുങ്ങിത്താഴുന്ന ആ സ്ത്രീയെ രക്ഷിക്കണമെന്ന വാശി അവനെ മുന്നോട്ട് നയിച്ചു. അവൻ സർവശക്തിയുമെടുത്ത് നീന്തി. ഒടുവിൽ ബോധരഹിതയായ പുഷ്പയെ അവൻ മുടിയിൽ പിടിച്ചുയർത്തി. അവൾക്ക് നല്ല ഭാരമുണ്ടായിരുന്നു. കൂടെ അവളുടെ ആഭരണങ്ങളുടെയും നനഞ്ഞ പട്ടുസാരിയുടെയും ഭാരം വേറെയും. തീരത്തേക്ക് അവളെ വലിച്ചു കയറ്റുമ്പോൾ രാമു ശരിക്കും തളർന്നിരുന്നു. അവളുടെ ശ്വാസം നിലച്ചോ എന്നവൻ ഭയപ്പെട്ടു. ബോധമില്ലാതെ കിടക്കുന്ന പുഷ്പയുടെ മുഖത്ത് അവൻ വെള്ളം തെളിച്ചു. അവളുടെ നെഞ്ചിൽ അമർത്തി വെള്ളം പുറത്തു കളയാൻ അവൻ ശ്രമിച്ചു. അവർ സാവധാനം കണ്ണു തുറന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന ആ പാവപ്പെട്ട യുവാവിനെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. മിനിറ്റുകൾ യുഗങ്ങൾ പോലെ തോന്നിപ്പിച്ചു. പെട്ടെന്ന് പുഷ്പ ചുമക്കുകയും ഉള്ളിലെ വെള്ളം പുറത്തേക്ക് കളയുകയും ചെയ്തു. മരണം തേടിപ്പോയ തനിക്ക് മുന്നിൽ ജീവന്റെ രൂപത്തിൽ നിൽക്കുന്ന ആ മനുഷ്യൻ ആരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. എന്തിനാണ് എന്നെ രക്ഷിച്ചത്? എന്നെ മരിക്കാൻ വിടാമായിരുന്നില്ലേ? പുഷ്പയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. രാമു അവരെ ശാന്തമായി നോക്കി. അവന്റെ കണ്ണുകളിൽ പരിഹാസമോ അത്ഭുതമോ ഇല്ലായിരുന്നു. തന്റെ വേദനകളും ഒറ്റപ്പെടലും മനസ്സിലാക്കാതെ എന്തിനാണ് തന്നെ തിരികെ കൊണ്ടുവന്നത് എന്നതായിരുന്നു അവളുടെ സങ്കടം. പകരം ആഴത്തിലുള്ള ഒരു തിരിച്ചറിവുണ്ടായിരുന്നു.
അവൻ പതുക്കെ പറഞ്ഞു, മരിക്കാൻ എല്ലാവർക്കും സാധിക്കും. അതിന് വലിയ കഴിവൊന്നും വേണ്ട. പക്ഷേ പ്രതിസന്ധികളെ നേരിട്ട് ജീവിക്കാനാണ് വലിയ ധൈര്യം വേണ്ടത്. രാമുവിന്റെ ആ വാക്കുകൾ പുഷ്പയുടെ ഹൃദയത്തിൽ തറച്ചു കയറി. താൻ ഇതുവരെ കണ്ടിട്ടുള്ള മനുഷ്യരെല്ലാം പണത്തിനും സ്ഥാനങ്ങൾക്കും പിന്നാലെ ഓടുന്നവരായിരുന്നു. എന്നാൽ ഈ യുവാവ് താൻ ആരാണെന്നോ തന്റെ പക്കൽ എത്ര പണമുണ്ടെന്നോ അറിയാതെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി തന്നെ രക്ഷിച്ചിരിക്കുന്നു. ആദ്യമായിട്ടാണ് പുഷ്പക്ക് താൻ ഒരു കോടീശ്വരി എന്നതിലുപരി ഒരു മനുഷ്യൻ ആണെന്ന തോന്നൽ ഉണ്ടായത്. പുഴയുടെ തീരത്ത് വിറച്ചുകൊണ്ടിരിക്കുന്ന പുഷ്പയെ തനിയെ വിടാൻ രാമു തയ്യാറായില്ല. രാത്രിയാവുകയായിരുന്നു. കാട്ടുമൃഗങ്ങളുടെയും മറ്റും ശല്യം ഉണ്ടായേക്കാം. അവൻ അവളെ താങ്ങി എഴുന്നേൽപ്പിച്ചു. നഗരത്തിലെ സുഖസൗകര്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ലോകത്തേക്ക് രാമു അവളെ കൂട്ടിക്കൊണ്ടുപോയി. ആ രാത്രി പുഷ്പയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങളുടെ തുടക്കമായിരുന്നു. പുഴയുടെ തീരത്ത് നിന്ന് രാമു പുഷ്പയെയും കൂട്ടി തന്റെ കൊച്ചു കുടിലിലേക്ക് നടന്നു. പുഷ്പയുടെ വില കൂടിയ പട്ടുസാരി നനഞ്ഞു കുതിർന്ന് ശരീരത്തോട് ഒട്ടിക്കിടക്കുകയായിരുന്നു. ഓരോ ചുവട് വെക്കുമ്പോഴും അവൾ തളർന്നു വീഴാൻ പോകുന്നുണ്ടായിരുന്നു. രാമു തന്റെ ശക്തമായ കൈകൾ കൊണ്ട് അവരെ താങ്ങി പിടിച്ചു. ഒടുവിൽ മൺചുവരുകളും പുല്ലും മേഞ്ഞ മേൽക്കൂരയുമുള്ള ആ ചെറിയ കുടിലിന് മുന്നിൽ അവർ എത്തിച്ചേർന്നു. കുടിലിനുള്ളിൽ കയറിയപ്പോൾ പുഷ്പക്ക് ആദ്യം തോന്നിയത് ഒരു തരം വിസ്മയമായിരുന്നു. അവിടെ ആഡംബരങ്ങളൊന്നുമില്ല. ഒരു പഴയ മരക്കട്ടിൽ, മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരടുപ്പ്, കുറച്ച് മൺപാത്രങ്ങൾ, ഇത്ര മാത്രമായിരുന്നു രാമുവിന്റെ സമ്പാദ്യം. എങ്കിലും ആ ചെറിയ ഇടത്തിന് ഒരു പ്രത്യേകമായ വിശുദ്ധിയുണ്ടായിരുന്നു. രാമു പെട്ടെന്ന് തന്നെ പുറത്തുപോയി കുറച്ചുണങ്ങിയ വിറകുകൾ ശേഖരിച്ചു കൊണ്ടുവന്നു. തണുപ്പിൽ വിറക്കുന്ന പുഷ്പക്ക് വേണ്ടി അവൻ അടുപ്പിൽ തീ കൂട്ടി. ആ തീയുടെ ചൂട് പുഷ്പയുടെ ശരീരത്തിലേക്ക് പടർന്നപ്പോൾ അവർക്ക് വലിയൊരു ആശ്വാസം തോന്നി. ഇതുകൊണ്ട് തല തോർത്തിക്കോളൂ. രാമു ഒരു പഴയ വൃത്തിയുള്ള തോർത്ത് അവർക്ക് നേരെ നീട്ടി. തന്റെ ജീവിതത്തിൽ ഏറ്റവും വില കൂടിയ ടവലുകൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള പുഷ്പ ആ പരുക്കൻ തോർത്ത് കയ്യിലെടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. പണമോ പ്രതാപമോ നോക്കാതെ ഒരാൾ തന്നെ ഇത്രയധികം കരുതുന്നത് അവർ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. തന്റെ ബന്ധുക്കൾ തന്റെ സ്വത്തിനു വേണ്ടി തന്നെ കൊല്ലാൻ നോക്കുമ്പോൾ ഒന്നുമില്ലാത്ത ഈ യുവാവ് തനിക്ക് ജീവൻ നൽകിയിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ രാമു അടുപ്പത്ത് വെള്ളം തിളപ്പിച്ചു. നിങ്ങൾ വല്ലതും കഴിച്ചിട്ടുണ്ടോ? അവൻ ചോദിച്ചു. പുഷ്പ ഇല്ല എന്ന് തലയാട്ടി. രാമു തന്റെ പക്കലുണ്ടായിരുന്ന ഉണങ്ങിയ ചപ്പാത്തിയും കുറച്ച് അച്ചാറും ഒരു മൺപാത്രത്തിൽ വെച്ച് അവർക്ക് നൽകി. എന്റെ കയ്യിൽ ഇതൊക്കെയുള്ളൂ, അവൻ മെല്ലെ പറഞ്ഞു. നഗരത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള പുഷ്പ ആ ഉണങ്ങിയ ചപ്പാത്തി ഒരു കഷ്ണം വായിൽ വെച്ചു. അത്ഭുതകരമെന്നും പറയട്ടെ, തന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രുചികരമായ ഭക്ഷണമായി അവർക്കത് തോന്നി. ആ ഭക്ഷണത്തിൽ വിശപ്പിനേക്കാൾ ഉപരിയായി സ്നേഹത്തിന്റെയും സത്യസന്ധതയുടെയും രുചിയുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ പുറത്ത് പെട്ടെന്ന് ചില ശബ്ദങ്ങൾ കേട്ടു. കരിയിലകൾക്ക് മുകളിലൂടെ ആരോ നടന്നു നീങ്ങുന്ന ശബ്ദം. രാമു പെട്ടെന്ന് എഴുന്നേറ്റു. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഇരുട്ടിൽ ഒന്നും വ്യക്തമായിരുന്നില്ലെങ്കിലും ആരോ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവൻ ഉറപ്പായി. പുഷ്പയുടെ മുഖത്ത് ഭയം നിഴലിച്ചു. അവർ എന്നെ തേടി ഇവിടെയും എത്തിയോ? അവർ വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. പുറത്ത് ഇരുട്ടിൽ ഒളിച്ചു നിന്ന് ഒരു മനുഷ്യൻ തന്റെ ഫോണിലൂടെ ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൾ ഇവിടെയുണ്ട്, ഒരു പാവപ്പെട്ട ചെക്കന്റെ കൂടെയാണ്. പേടിക്കേണ്ട, ഇത്തവണ അവൾ രക്ഷപ്പെടില്ല. ആ ശബ്ദത്തിൽ ക്രൂരതയും ചതിയും നിറഞ്ഞിരുന്നു. പുഷ്പയെ ഇല്ലാതാക്കി സ്വത്ത് കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ആ വഞ്ചകരായ ബന്ധുക്കളുടെ നിഴലുകൾ ആ ചെറിയ കുടിലിനെ വളയുകയായിരുന്നു. രാമു തിരികെ വന്ന് പുഷ്പയുടെ അരികിലിരുന്നു. അവന്റെ മുഖത്തിപ്പോൾ ഗൗരവമായിരുന്നു. എങ്കിലും അവന്റെ വാക്കുകളിൽ ആത്മവിശ്വാസമുണ്ടായിരുന്നു. പേടിക്കേണ്ട, ഈ കുടിലിനുള്ളിൽ നിങ്ങൾ സുരക്ഷിതയാണ്. ഞാൻ കാവലുണ്ടാകും. ആ ചെറിയ മൺകുടിലിനുള്ളിൽ പുറത്തെ കൊടുങ്കാറ്റിനേക്കാൾ വലിയൊരു ഭീഷണി തങ്ങളെ തേടിയെത്തുന്നുണ്ടെന്ന് അവർ രണ്ടുപേരും അറിഞ്ഞു. എങ്കിലും രാമുവിന്റെ സാമീപ്യം പുഷ്പക്ക് ഒരു തരം സമാധാനം നൽകി. ഇരുളടഞ്ഞ ആ രാത്രിയിൽ മനുഷ്യത്വത്തിന്റെ ഒരു ചെറിയ വെളിച്ചം ആ കുടിലിനുള്ളിൽ ജ്വലിച്ചു നിന്നു. പക്ഷേ യഥാർത്ഥ പോരാട്ടം തുടങ്ങാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രിയുടെ നിശബ്ദത ആ ചെറിയ കുടിലിനെ പൊതിഞ്ഞു നിന്നു. പുറത്ത് മരങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റിന് ഒരു തരം ഭീകരത ഉണ്ടായിരുന്നു. പുഷ്പാദേവി ആ പഴയ കട്ടിലിൽ ഇരിക്കുകയാണ്. അവളുടെ കണ്ണുകൾ അടുപ്പിലെ അണയാൻ പോകുന്ന തീനാളങ്ങളിൽ തറഞ്ഞു നിന്നു. ഭയവും ആകാംക്ഷയും ഒരേ പോലെ അവളുടെ ഉള്ളിൽ തങ്ങി. രാമു വാതിലിനടുത്ത് നിലത്തിരുന്ന് പുറത്തെ ഓരോ ചെറിയ ശബ്ദവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ തന്റെ ആടുകളെ മേയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉറപ്പുള്ള ഒരു മരവടി ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? രാമു പതുക്കെ ചോദിച്ചു. അവന്റെ ശബ്ദം ശാന്തമായിരുന്നു. പുഷ്പ ഒരു നിമിഷം മടിച്ചു നിന്നു. തന്റെ ജീവിതത്തിലെ കൈപ്പേറിയ സത്യങ്ങൾ ഈ അപരിചിതനോട് പറയണമോ എന്നവൾ ചിന്തിച്ചു. പക്ഷേ തന്റെ ജീവൻ രക്ഷിച്ച ഈ യുവാവിനോട് ഒന്നും മറച്ചു വെക്കാൻ അവൾക്ക് തോന്നിയില്ല. എന്റെ പേര് പുഷ്പാദേവി
രവി എന്നാണ്. അവൾ പറഞ്ഞു തുടങ്ങി. എന്റെ ഭർത്താവിന്റെ മരണശേഷം ഞാൻ സ്നേഹിച്ചവരൊക്കെ എന്റെ ശത്രുക്കളായി. എന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ അവർ എന്നെ കൊല്ലാൻ പദ്ധതിയിട്ടു. ഇന്ന് പുഴയിൽ ചാടിയത് ആ വേദന സഹിക്കാൻ വയ്യാതെയാണ്. ഇത് കേട്ടപ്പോൾ രാമുവിന്റെ മുഖം കടുത്തു. പണത്തിനു വേണ്ടി സ്വന്തം ചോരയെ പോലും ചതിക്കുന്ന മനുഷ്യരുടെ ലോകം അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ലോകത്ത് ആടുകളും പ്രകൃതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചതിക്ക് സ്ഥാനമില്ലായിരുന്നു. അവൻ എഴുന്നേറ്റ് പുഷ്പയുടെ അരികിൽ വന്നു. സമ്പത്ത് എന്നത് വരികയും പോവുകയും ചെയ്യും, പക്ഷേ ജീവൻ അങ്ങനെയല്ല. നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം നിങ്ങളെ ആരും തൊടില്ല. ആ വാക്കുകൾ പുഷ്പയുടെ ഉള്ളിൽ ഒരു ചെറിയ വെളിച്ചം നിറച്ചു. വലിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ കാവൽ നിന്നിരുന്ന തന്റെ ബംഗ്ലാവിൽ കിട്ടാത്ത ഒരു സുരക്ഷിതത്വം ഈ പാവപ്പെട്ട യുവാവിന്റെ വാക്കുകളിൽ അവൾക്ക് അനുഭവപ്പെട്ടു. പക്ഷേ ആ സമാധാനം അധിക നേരം നീണ്ടു നിന്നില്ല. പെട്ടെന്ന് കുടിലിനു പുറത്ത് ഒരു ഉണങ്ങിയ മരച്ചില്ല ഒടിയുന്ന ശബ്ദം കേട്ടു. രാമു പെട്ടെന്ന് എഴുന്നേറ്റു. അവൻ വാതിലിന്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്ത് ഇരുട്ടിൽ 3 നിഴലുകൾ പതുങ്ങി നിൽക്കുന്നത് അവൻ കണ്ടു. അവരുടെ കൈകളിൽ ഇരുമ്പ് കമ്പികളും ഉണ്ടായിരുന്നു. അവർ സാധാരണക്കാരായ കള്ളന്മാരല്ലെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് രാമുവിന് മനസ്സിലായി. പുഷ്പയെ ഇല്ലാതാക്കാൻ അവളുടെ ബന്ധുക്കൾ അയച്ച വാടക ഗുണ്ടകളായിരുന്നു അവർ. അവർ പതുക്കെ കുടിലിനെ വളയുകയായിരുന്നു. അവർ എത്തിക്കഴിഞ്ഞു, രാമു മന്ത്രിച്ചു. പുഷ്പയുടെ ശരീരം വിറക്കാൻ തുടങ്ങി. അവൾ ഒരു കോണിലേക്ക് ഒതുങ്ങിയിരുന്നു. രാമു തന്റെ വടി മുറുകെ പിടിച്ചു. അവൻ ഒരാഴത്തിലുള്ള ശ്വാസമെടുത്ത് മനസ്സിനെ പാകപ്പെടുത്തി. താൻ നേരിടാൻ പോകുന്നത് തന്റെ ശക്തിയേക്കാൾ വലിയൊരു അപകടമാണെന്ന് അവൻ അറിയാമായിരുന്നു. എങ്കിലും അഭയം തേടി വന്ന ഈ സ്ത്രീയെ സംരക്ഷിക്കുക എന്നത് തന്റെ ധർമ്മമാണെന്ന് അവൻ ഉറപ്പിച്ചു. പെട്ടെന്ന് വാതിലിൽ ഒരു വലിയ പ്രഹരം ഏറ്റു. വാതിൽ തുറക്കടാ, പുറത്തുനിന്ന് ഒരാൾ അലറി. അവന്റെ ശബ്ദത്തിൽ ക്രൂരത നിറഞ്ഞിരുന്നു. രാമു വാതിലിന് പിന്നിൽ ഉറച്ചു നിന്നു. രണ്ടാമത്തെ ചവിട്ടിൽ വാതിലിന്റെ മരപ്പലകകൾ പിളർന്നു. ഗുണ്ടകൾ ആവേശത്തോടെ ഉള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. അവളെ ഞങ്ങൾക്ക് വിട്ടു തന്നാൽ നിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല, ഗുണ്ടകളിൽ ഒരാൾ പറഞ്ഞു. പക്ഷേ രാമു ഒരടി പോലും പിന്നോട്ട് മാറിയില്ല. ഇല്ല, അത് നടക്കില്ല, അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ആ ചെറിയ കുടിലിനുള്ളിൽ ഒരു വലിയ പോരാട്ടം തുടങ്ങാൻ പോവുകയായിരുന്നു. പണവും അധികാരവും ഉപയോഗിച്ച് മനുഷ്യനെ വേട്ടയാടുന്നവരും മനുഷ്യത്വത്തിനു വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തുന്നവരും തമ്മിലുള്ള പോരാട്ടം. പുഷ്പ തന്റെ കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. ഇരുട്ടിൽ തിളങ്ങുന്ന ആ ഗുണ്ടകളുടെ കണ്ണുകൾക്ക് മുന്നിൽ രാമു ഒരു മതിൽ പോലെ നിന്നു. സത്യവും അധർമ്മവും തമ്മിലുള്ള ആ യുദ്ധത്തിൽ ആര് ജയിക്കുമെന്ന് ആ രാത്രിക്ക് പോലും അറിയില്ലായിരുന്നു. പക്ഷേ രാമുവിന്റെ ഉള്ളിലെ അഗ്നി ആ ഗുണ്ടകളുടെ ആയുധങ്ങളെക്കാൾ പ്രകാശമുള്ളതായിരുന്നു. ആ ചെറിയ കുടിൽ ഇപ്പോൾ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുന്നു. രാമുവിന്റെ ഓരോ ചലനവും പുഷ്പക്ക് പുതിയൊരു പ്രതീക്ഷ നൽകി. എങ്കിലും ശത്രുക്കളുടെ എണ്ണം കൂടുതലായിരുന്നു. അവർക്ക് ദയ എന്നൊന്നുണ്ടായിരുന്നില്ല. മരണം തൊട്ടടുത്തെത്തി നിൽക്കുന്നു എന്ന തിരിച്ചറിവ് ആ രാത്രിയെ കൂടുതൽ ഭയാനകരമാക്കി. ആ ചെറിയ മൺകുടിലിന്റെ തകർന്ന വാതിലിലൂടെ രാത്രിയുടെ തണുപ്പും ഗുണ്ടകളുടെ ക്രൂരമായ ചിരിയും ഉള്ളിലേക്ക് ഇടിച്ചു കയറി. 3 പേരായിരുന്നു അവർ. ഓരോരുത്തരുടെയും മുഖത്ത് പുഷ്പയെ ഇല്ലാതാക്കുന്നതിലൂടെ തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയ തുകയെക്കുറിച്ചുള്ള അത്യാഗ്രഹം നിഴലിച്ചിരുന്നു. പുഷ്പ ഭയന്ന് കുടിലിന്റെ ഒരു മൂലയിലേക്ക് ചുരുങ്ങിയിരുന്നു. തന്റെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോകുകയാണെന്ന് അവൾ ഉറപ്പിച്ചു. എന്നാൽ അവൾക്ക് മുന്നിൽ തകർന്നു വീണ വാതിലിന് പകരമായി രാമു എന്ന യുവാവ് ഒരു കരിക്കൻ മതിൽ പോലെ ഉറച്ചു നിന്നു. ഗുണ്ടകൾ രാമുവിനെ പിടിച്ചു തള്ളാൻ ശ്രമിച്ചു. എന്നാൽ രാമു ഒരടി പോലും പിന്നോട്ട് മാറിയില്ല. പട്ടിണി പാവമായ ഒരു ആട്ടിടിയൻ തങ്ങളെ എതിർക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. രാമു തന്റെ കയ്യിലുണ്ടായിരുന്ന വടി മുറുകെ പിടിച്ചു. ഇവിടെ അഭയം തേടി വന്ന ഒരു സ്ത്രീയെ തൊടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അവന്റെ ശബ്ദം ആ കുടിലിനുള്ളിൽ മുഴങ്ങിക്കേട്ടു. പെട്ടെന്ന് ഗുണ്ടകൾ ആവേശത്തോടെ രാമുവിനെ ആക്രമിച്ചു. ആദ്യത്തെ ചവിട്ട് രാമു തന്റെ വടികൊണ്ട് തടഞ്ഞു. എന്നാൽ മറ്റു 2 പേരും വശങ്ങളിലൂടെ അവനെ വളഞ്ഞു. ആ ചെറിയ കുടിലിനുള്ളിൽ ഒരു ഭീകരമായ പോരാട്ടം അരങ്ങേറി. കട്ടിലുകൾ മറിഞ്ഞു വീണു. മൺപാത്രങ്ങൾ തകർന്നു ചിതറി. രാമു തന്റെ സർവ്വശക്തിയുമെടുത്ത് അവരെ നേരിട്ടു. ഒരു ഗുണ്ടയെ അവൻ നെഞ്ചിൽ ചവിട്ടി ദൂരേക്ക് തെറിപ്പിച്ചു. മറ്റൊരാളുടെ കയ്യിലെ ഇരുമ്പ് തണ്ട് അവൻ തട്ടിമാറ്റി. യുദ്ധത്തിനിടയിൽ ഒരു ഗുണ്ട പിന്നിലൂടെ വന്ന് രാമുവിന്റെ തലക്ക് വടികൊണ്ട് ശക്തമായി അടിച്ചു. രാമുവിന്റെ തലയിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങി. അവന്റെ കാഴ്ച മങ്ങാൻ തുടങ്ങി. കാലുകൾ വിറച്ചു. രാമു! പുഷ്പ നിലവിളിച്ചു. അവൻ വീഴുമെന്ന് ഗുണ്ടകൾ കരുതി ചിരിച്ചു. എന്നാൽ രാമു വീണില്ല. തന്റെ മുറിവുകൾ അവനെ കൂടുതൽ ശക്തനാക്കി. അവൻ പല്ല് കടിച്ചു പിടിച്ച് ആ ഗുണ്ടയുടെ കഴുത്തിന് പിടിച്ച് ഭിത്തിയോട് ചേർത്തു. അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ കത്തുന്ന ഒരു അഗ്നി ഉണ്ടായിരുന്നു. ആ പോരാട്ടം കണ്ടപ്പോൾ ഗുണ്ടകൾക്ക് ആദ്യമായി ഒരു ഭയം തോന്നി. കേവലം പണത്തിന് വേണ്ടി വന്ന അവർക്ക് തന്റെ ജീവൻ പണയപ്പെടുത്തി പോരാടുന്ന ഒരുവനെ നേരിടുക എളുപ്പമായിരുന്നില്ല. രാമുവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഗുണ്ടകൾ കുറച്ചുനേരം പിന്നോട്ട് മാറി. ഇന്ന് നീ രക്ഷപ്പെട്ടു എന്ന് കരുതേണ്ട, ഞങ്ങൾ തിരിച്ചു വരും. അപ്പോൾ നിന്റെ ഈ കുടിലും നീയും ഒന്നും ബാക്കിയുണ്ടാവില്ല എന്ന്
ഭീഷണിപ്പെടുത്തി അവർ ഇരുട്ടിലേക്ക് മറഞ്ഞു. അവർ പോയി കഴിഞ്ഞപ്പോൾ രാമു തളർന്ന് നിലത്തിരുന്നു. അവന്റെ ശ്വാസം വേഗത്തിലായിരുന്നു. ശരീരം വേദന കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. പുഷ്പ ഓടി അവന്റെ അരികിലെത്തി. തന്റെ വില കൂടിയ സാരിയുടെ തുമ്പ് കീറി അവൾ രാമുവിന്റെ തലയിലെ മുറിവ് കെട്ടിക്കൊടുത്തു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. നിങ്ങൾ എന്തിനാണ് എനിക്ക് വേണ്ടി ഇത്രയും വേദന സഹിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ആരുമല്ലല്ലോ, അവൾ വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. രാമു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പതുക്കെ പുഞ്ചിരിച്ചു. ഇപ്പോൾ നിങ്ങളുടെ ജീവൻ എന്റെ ഉത്തരവാദിത്തമാണ്, അവൻ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ പുഷ്പയുടെ ഉള്ളിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു വികാരം ഉടലെടുത്തു. സ്നേഹവും കടപ്പാടും കലർന്ന ഒന്നായിരുന്നു അത്. തന്റെ ബന്ധുക്കൾ പണത്തിനു വേണ്ടി തന്നെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഈ പാവപ്പെട്ട യുവാവ് ഒരു ബന്ധവുമില്ലാത്ത തനിക്ക് വേണ്ടി രക്തം ചിതറിയിരിക്കുന്നു. പുറത്ത് രാത്രി കൂടുതൽ ഭയാനകമായിരുന്നു. ഗുണ്ടകൾ പോയെങ്കിലും അവർ കൂടുതൽ ആളുകളുമായി മടങ്ങി വരുമെന്ന് രാമുവിന് ഉറപ്പായിരുന്നു. ഈ കുടിൽ ഇനി സുരക്ഷിതമല്ല. ഇരുട്ടിലൂടെ വനത്തിനുള്ളിലേക്ക് രക്ഷപ്പെടുകയല്ലാതെ മറ്റ് വഴികളില്ല. രാമു തന്റെ വേദനകൾ മറന്ന് എഴുന്നേറ്റു. അവൻ തന്റെ ആടുകളെ പതുക്കെ വിളിച്ചുണർത്തി. തന്റെ ചെറിയ ലോകത്തിലെ ഏക സമ്പാദ്യമായ ആടുകളെ ഉപേക്ഷിക്കാൻ അവന് കഴിയില്ലായിരുന്നു. പുഷ്പ രാമുവിന്റെ കൈ പിടിച്ചു. അവർ രണ്ടുപേരും ആ ഇരുണ്ട കാട്ടിലേക്ക് ചുവടുകൾ വെച്ചു. വന്യമൃഗങ്ങളും കൊടും തണുപ്പും ശത്രുക്കളും നിറഞ്ഞ ആ വനത്തിൽ അവരുടെ ഒരേ ഒരു തുണ പരസ്പരമുള്ള വിശ്വാസം മാത്രമായിരുന്നു. ഒരു കോടീശ്വരിയും ഒരു ആട്ടിടയനും ആ രാത്രിയിൽ ജീവന് വേണ്ടി വനത്തിലേക്ക് നടന്നു നീങ്ങി. ഓരോ ചുവടിലും മരണം പതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. എങ്കിലും രാമുവിന്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ താൻ സുരക്ഷിതയാണെന്ന തോന്നൽ പുഷ്പക്കുണ്ടായിരുന്നു. ആ രാത്രിയിലെ കഠിനമായ യാത്ര മറ്റൊരു വലിയ പരീക്ഷണത്തിന്റെ തുടക്കമായിരുന്നു. ശത്രുക്കൾ ദൂരെയെങ്ങും പോയിരുന്നില്ല. അവർ വെളിച്ചത്തിനായി കാത്തിരിക്കുകയായിരുന്നു. രാമുവും പുഷ്പയും വനത്തിന്റെ നിഗൂഢതയിലേക്ക് മറഞ്ഞു. പണത്തിനുമേൽ മനുഷ്യത്വം വിജയിക്കുമോ എന്ന ചോദ്യം ആ രാത്രിയിൽ ബാക്കിയായി. കൊടുംകാടിന്റെ വന്യത അവർക്ക് ചുറ്റും വളരുകയായിരുന്നു. മരണം പിന്തുടരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ആ യാത്ര അവരുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റാൻ പോവുകയാണ്. ശത്രുക്കൾ ദൂരെയല്ലായിരുന്നു. അവരുടെ ജീപ്പുകൾ കാടിനു പുറത്ത് തയ്യാറായി നിൽക്കുന്നു. അടുത്ത ആക്രമണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. രാമുവിന്റെ ഓരോ ശ്വാസവും പുഷ്പക്ക് ധൈര്യം നൽകി. കറുത്ത രാത്രിയിലെ ആ യാത്ര ഒരു പുതിയ പ്രഭാതത്തിലേക്ക് എത്തുമോ എന്ന് അവർക്കറിയില്ലായിരുന്നു. എങ്കിലും അവർ കൈകോർത്ത് മുന്നോട്ട് നടന്നു. പണത്തേക്കാൾ വലിയ വികാരം തങ്ങൾക്കിടയിൽ വളരുന്നത് അവർ തിരിച്ചറിഞ്ഞ് തുടങ്ങുകയായിരുന്നു. കാടിന്റെ ഓരോ ശബ്ദവും അവരെ ഭയപ്പെടുത്തി. എങ്കിലും രാമുവിന്റെ നിശ്ചയദാർഢ്യം അവരെ മുന്നോട്ട് നയിച്ചു. മുറിവേറ്റ സിംഹത്തെ പോലെ രാമു ജാഗ്രതയോടെ നടന്നു. പുഷ്പ തന്റെ കഴിഞ്ഞ കാലത്തെ ആഡംബരങ്ങളെല്ലാം മറന്നുപോയി. ഇപ്പോൾ അവൾക്ക് വേണ്ടത് ജീവൻ മാത്രമാണ്. രാമുവിന്റെ കൂടെയുള്ള ഓരോ നിമിഷവും അവൾക്ക് വിലപ്പെട്ടതായി തോന്നി. വനത്തിലെ ആഴങ്ങളിലേക്ക് അവർ മറഞ്ഞു. ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ അവർ മുന്നോട്ട് നീങ്ങി. പോരാട്ടം അവസാനിച്ചിരുന്നില്ല. അത് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു. രാമു തന്റെ ഒരു കൈയിൽ പുഷ്പയുടെ കൈ മുറുകെ പിടിച്ചു. മറു കൈയിൽ തന്റെ ആടുകളെ നയിക്കാനുള്ള വടിയും. അവന്റെ തലയിലെ മുറിവിൽ നിന്ന് രക്തം വരുന്നുണ്ട്. വേദന അവനെ തളർത്തുന്നുണ്ടായിരുന്നു. എങ്കിലും പുഷ്പയുടെ സുരക്ഷ മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാലോ? പുഷ്പ തളർച്ചയോടെ ചോദിച്ചു. അവൾക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ഇല്ല, ഇപ്പോൾ വിശ്രമിക്കാൻ സമയമില്ല. അവർ ദൂരെയെങ്ങും പോയിട്ടുണ്ടാവില്ല. വനത്തിനപ്പുറം ഒരു പഴയ ക്ഷേത്രമുണ്ട്. അവിടെ ആരും വരാറില്ല. അവിടെ എത്തിയാൽ നമുക്ക് സുരക്ഷിതമായിരിക്കാം. രാമുവിന്റെ ശബ്ദത്തിൽ ഉറച്ച നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. കാടിന്റെ ഓരോ കോണിലും വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദങ്ങൾ മുഴങ്ങിക്കേട്ടു. ഓരോ ശബ്ദം കേൾക്കുമ്പോഴും പുഷ്പ ഭയന്ന് രാമുവിനോട് ചേർന്ന് നിന്നു. രാമു തന്റെ ആടുകളെ വളരെ നിശബ്ദമായി നയിച്ചു. അവ അവന്റെ കുടുംബമായിരുന്നു. ഈ അപകടത്തിനിടയിലും അവയെ ഉപേക്ഷിക്കാൻ അവന് മനസ്സ് വന്നില്ല. താൻ വളർത്തുന്ന ഈ മിണ്ടാപ്രാണികളെ പോലെയാണ് പുഷ്പയെന്ന് അവന് തോന്നി. നടന്നുകൊണ്ടിരിക്കെ പുഷ്പയുടെ കാൽ ഒരു വേരിൽ തട്ടി അവൾ നിലത്തേക്ക് വീണു. രാമു ഉടൻ തന്നെ അവളെ താങ്ങി എഴുന്നേൽപ്പിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. എന്തിനാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയും വലിയ അപകടം ഏറ്റെടുക്കുന്നത്? നിങ്ങളുടെ കുടിലും ആടുകളും എല്ലാം നഷ്ടപ്പെട്ടേക്കാം, അവൾ തേങ്ങിക്കൊണ്ട് ചോദിച്ചു. രാമു ഒരു നിമിഷം നിന്നു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. എന്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണ്. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ സമ്പാദ്യം വേറെയുണ്ടോ? ആ വാക്കുകൾ കേട്ടപ്പോൾ പുഷ്പയുടെ ഉള്ളിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു ആദരവ് രാമുവിനോട് തോന്നി. കോടികൾ സമ്പാദിച്ചിട്ടും തന്റെ ബന്ധുക്കൾക്ക് ലഭിക്കാത്ത ആ വലിയ മനസ്സ് ഈ പാവപ്പെട്ട യുവാവിനുണ്ട്. ഏകദേശം 2 മണിക്കൂർ നീണ്ട കഠിനമായ യാത്രയ്ക്ക് ശേഷം അവർ ആ പഴയ ക്ഷേത്രത്തിന് മുന്നിലെത്തി. വർഷങ്ങളായി ആരും വരാത്തതുകൊണ്ട്
ക്ഷേത്രത്തിനു ചുറ്റും വള്ളിച്ചെടികൾ പടർന്നു പന്തലിച്ചിരുന്നു. വാതിലുകൾ തുരുമ്പ് പിടിച്ചിരിക്കുന്നു. കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ആ കെട്ടിടത്തിന് നല്ല കരുത്തുണ്ടായിരുന്നു. രാമു പുഷ്പിയെ അകത്തേക്ക് കൊണ്ടുപോയി. അവിടെ വിഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു. എങ്കിലും ഒരു പുണ്യസ്ഥലത്തിന്റെ സമാധാനം അവിടെ അനുഭവപ്പെട്ടു. രാമു പെട്ടെന്ന് ക്ഷേത്രത്തിന്റെ വാതിലടച്ച് വലിയ കല്ലുകൾ വെച്ച് പുറത്തുനിന്ന് ആർക്കും തുറക്കാൻ കഴിയാത്ത വിധം മറച്ചു. തന്റെ ആടുകളെ അവൻ ക്ഷേത്രത്തിന്റെ ഒരു മൂലയിൽ സുരക്ഷിതമായി ഇരുത്തി. പുഷ്പ ഒരു തൂണിൽ ചാരിയിരുന്നു. അവളുടെ ശരീരമാകെ തളർന്നിരുന്നു. പുറത്ത് കാറ്റ് കൂടുതൽ ശക്തമായി വീശാൻ തുടങ്ങി. പെട്ടെന്ന് ദൂരെ വനത്തിനു പുറത്ത് ഒരു ജീപ്പിന്റെ എഞ്ചിൻ ഇരുമ്പുന്ന ശബ്ദം അവർ കേട്ടു. ശത്രുക്കൾ വനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് രാമുവിന് മനസ്സിലായി. അവന്റെ മുഖം വീണ്ടും ഗൗരവമായി. അവർ അടുത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഒളിച്ചിരിക്കൂ, രാമു മന്ത്രിച്ചു. പുഷ്പിയുടെ ഹൃദയമിടിപ്പ് കൂടി. ആ പഴയ ക്ഷേത്രം ഇപ്പോൾ അവരുടെ അവസാനത്തെ കോട്ടയായി മാറിയിരിക്കുന്നു. പുറത്തു വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെ നേരിടാൻ രാമു തയ്യാറെടുത്തു. ശത്രുക്കൾക്ക് തോക്കുകളും പണവും ഉണ്ടാകാം. പക്ഷെ രാമുവിന്റെ ഉള്ളിൽ പുഷ്പയെ സംരക്ഷിക്കാനുള്ള സത്യസന്ധമായ പ്രണയവും ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നു. ആ രാത്രി ഇനിയും ബാക്കിയുണ്ട്. പോരാട്ടത്തിന്റെ തീവ്രത കൂടാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ക്ഷേത്രത്തിനുള്ളിലെ ഇരുട്ടിൽ അവർ ശ്വാസം അടക്കിപ്പിടിച്ചിരുന്നു. ഓരോ നിമിഷവും മരണത്തിന്റെ നിഴലുകൾ അവരെ തേടി വന്നുകൊണ്ടിരുന്നു. ശത്രുക്കളുടെ ജീപ്പിന്റെ പ്രകാശം ദൂരെ മരങ്ങൾക്കിടയിലൂടെ മിന്നിമറിയുന്നത് അവർ കണ്ടു. രാമു തന്റെ വടി മുറുകെ പിടിച്ചു. അതിജീവനത്തിനായുള്ള ഏറ്റവും വലിയ പോരാട്ടം തുടങ്ങാൻ പോവുകയാണ്. രാമു പുഷ്പയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ഞാൻ കൂടെയുണ്ട് എന്ന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ വിധി അവർക്കായി മറ്റൊരു പരീക്ഷണം കൂടി കരുതി വെച്ചിരുന്നു. ആ പഴയ വനക്ഷേത്രത്തിന്റെ കരിക്കൽ ചുവരുകൾക്കുള്ളിൽ മരണത്തിന്റെ തണുപ്പ് പടർന്നു പിടിച്ചു. പുറത്ത് ജീപ്പുകൾ വന്നു നിൽക്കുന്ന ശബ്ദവും വാതിലുകൾ അടിയുന്ന ഒച്ചയും രാമു കേട്ടു. പുഷ്പ ഭയത്താൽ വിറച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഒരു മൂലയിൽ ഒളിച്ചിരുന്നു. അവളുടെ ഹൃദയമിടിപ്പ് ആ നിശബ്ദതയിൽ മുഴങ്ങി കേൾക്കാമായിരുന്നു. രാമു പതുക്കെ വാതിലിന്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി. 5 പേരായിരുന്നു ഇത്തവണ വന്നത്. അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ട്. അവർ ഇവിടെ തന്നെയുണ്ട്. ആ ജന്തുക്കളെയും കൊണ്ട് അവർക്ക് ദൂരെയൊന്നും പോകാൻ കഴിയില്ല. പുറത്തുനിന്ന് കേട്ട ആ ക്രൂരമായ ശബ്ദം പുഷ്പ തിരിച്ചറിഞ്ഞു. അത് അവളുടെ ബന്ധുക്കൾ അയച്ച പ്രധാന ഗുണ്ടയായിരുന്നു. പെട്ടെന്ന് ക്ഷേത്രത്തിന്റെ വലിയ തടിവാതിലിൽ ഒരു ശക്തമായ പ്രഹരമേറ്റു. രാമു വാതിലിന് പിന്നിൽ വെച്ചിരുന്ന വലിയ കല്ലുകൾ അല്പം നീങ്ങി. പുഷ്പ തന്റെ വായ പൊത്തിപ്പിടിച്ചു. ഒരു നിലവിളി പുറത്തു പോകാതിരിക്കാൻ അവൾ കിണഞ്ഞു പരിശ്രമിച്ചു. രാമു തന്റെ മരവടി മുറുകെ പിടിച്ചു. അവന്റെ നെറ്റിയിലെ മുറിവിൽ നിന്ന് വീണ്ടും രക്തം പൊടിയാൻ തുടങ്ങിയിരുന്നു. രണ്ടാമത്തെ പ്രഹരത്തിൽ വാതിലിന്റെ ഒരു ഭാഗം തകർന്നു. പൊടിപടലങ്ങൾക്കിടയിലൂടെ ഗുണ്ടകൾ ഉള്ളിലേക്ക് ഇടിച്ചു കയറി. അവസാനം നീ കുടുങ്ങിയല്ലേ പുഷ്പ, ഗുണ്ടാ തലവൻ പരിഹാസത്തോടെ അലറി. അവൻ പുഷ്പയുടെ അടുത്തേക്ക് നീങ്ങിയതും രാമു ഒരു പുലിയെ പോലെ അവന് മുന്നിലേക്ക് ചാടി വീണു. ആ പഴയ ക്ഷേത്രമുറ്റത്ത് ഒരു ഭീകരമായ പോരാട്ടം അരങ്ങേറി. 5 പേർക്കെതിരെ രാമു എന്ന ഒറ്റയാൾ പോരാളി. രാമുവിന്റെ ഓരോ ചലനത്തിലും പുഷ്പയെ സംരക്ഷിക്കണമെന്ന വാശിയുണ്ടായിരുന്നു. അവൻ തന്റെ വടികൊണ്ട് ഗുണ്ടകളെ നേരിട്ടു. ഒരാളുടെ കൈ അവൻ തല്ലിയൊടിച്ചു. മറ്റൊരുവനെ ചവിട്ടി ദൂരേക്ക് തെറിപ്പിച്ചു. എന്നാൽ എണ്ണം കൂടുതലായതുകൊണ്ട് ഗുണ്ടകൾ അവനെ വളഞ്ഞു. ഒരു ഗുണ്ട പിന്നിലൂടെ വന്ന് രാമുവിന്റെ മുതുകിൽ വടികൊണ്ട് ശക്തമായി അടിച്ചു. രാമു വേദന കൊണ്ട് പുളഞ്ഞു നിലത്തു വീണു. ഇനി നിന്നെ ആര് രക്ഷിക്കുമടി? ഗുണ്ടകൾ പുഷ്പയെ വളഞ്ഞു. അവൾ നിലവിളിച്ചുകൊണ്ട് രാമുവിനെ നോക്കി. ചോരയിൽ കുളിച്ചു കിടക്കുന്ന രാമുവിനെ കണ്ടപ്പോൾ അവളുടെ ലോകം അവസാനിച്ചതായി അവൾക്ക് തോന്നി. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, നിലത്തു വീണ രാമു വീണ്ടും എഴുന്നേറ്റു. തന്റെ ജീവൻ പോയാലും പുഷ്പയെ വിട്ടുകൊടുക്കില്ലെന്ന് ഉറച്ച തീരുമാനത്തിലായിരുന്നു അവൻ തന്റെ സർവ്വശക്തിയുമെടുത്ത് ഗുണ്ടകൾക്ക് മേൽ ചാടി വീണു. രാമുവിന്റെ ഈ അപ്രതീക്ഷിത വീര്യം കണ്ട് ഗുണ്ടകളൊന്ന് പകച്ചു. അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പോരാട്ടമായിരുന്നു അത്. രാമു ഗുണ്ടത്തലവന്റെ കയ്യിലെ കടാര തട്ടിമാറ്റി അവനെ താഴെയിട്ടു. തന്റെ പരിക്കുകൾ അവനെ തളർത്തുന്നതിനു പകരം കൂടുതൽ കരുത്തനാക്കി. രാമുവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഗുണ്ടകൾ പതുക്കെ ക്ഷേത്രത്തിനു പുറത്തേക്ക് പിൻവാങ്ങി. ഗുണ്ടകൾ പോയതും രാമു ശ്വാസം കിട്ടാതെ നിലത്തിരുന്നു. അവന്റെ ശരീരമാകെ മുറിവുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. പുഷ്പ ഓടി വന്ന് അവന്റെ തല തന്റെ മടിയിൽ വെച്ചു. അവൾ പൊട്ടിക്കരഞ്ഞു. നിങ്ങൾ എന്തിനാണ് എനിക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെടുന്നത്? അവൾ വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. രാമു ഒന്നും മിണ്ടാതെ അവളെ നോക്കി. മരണം തൊട്ടടുത്ത് നിന്നിട്ടും രാമുവിന്റെ ആ നോട്ടം പുഷ്പക്ക് വലിയൊരു ധൈര്യം നൽകി. വനക്ഷേത്രത്തിനുള്ളിലെ ആ ഭീകരമായ പോരാട്ടത്തിന് ശേഷം സമയം നിശ്ചലമായതുപോലെ തോന്നി. രാമു ചോരയിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. പുറത്ത് രാത്രിയുടെ അന്ത്യം കുറിച്ചുകൊണ്ട് പക്ഷികൾ ചിലക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ ആ പ്രഭാതം അവർക്ക് പുതിയൊരു പ്രതീക്ഷയല്ല, മറിച്ച് അതിജീവനത്തിനായുള്ള മറ്റൊരു
വലിയൊരു കടുത്ത പരീക്ഷണമാണ് കൊണ്ടുവന്നത്. നമുക്കിനിവിടെ നിൽക്കാൻ പറ്റില്ല, രാമു പതുക്കെ എഴുന്നേറ്റു പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ തളർച്ചയുണ്ടായിരുന്നുവെങ്കിലും കണ്ണുകളിൽ ഉറച്ച നിശ്ചയദാർഢ്യം ബാക്കിയുണ്ടായിരുന്നു. അവരിനി എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. 2 തവണ അവർ പരാജയപ്പെട്ടു പോയി. പക്ഷെ ഇനി അവർ വരുമ്പോൾ അത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. പുഷ്പ രാമുവിനെ താങ്ങിപ്പിടിച്ചു. അവർ 2 പേരും ക്ഷേത്രത്തിനു പുറത്തിറങ്ങി. വനത്തിലെ തണുത്ത കാറ്റ് അവരുടെ മുഖത്തടിച്ചു. നടത്തം അങ്ങേയറ്റം പ്രയാസമായിരുന്നു. രാമുവിന്റെ ഓരോ ചുവടും വേദന നിറഞ്ഞതായിരുന്നു. പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു ജീപ്പിന്റെ എഞ്ചിൻ ഇരുമ്പുന്ന ശബ്ദം അവർ കേട്ടു. അതിത്തവണ വളരെ അടുത്തായിരുന്നു. അവർ എത്തിക്കഴിഞ്ഞു, രാമു മന്ത്രിച്ചു. പെട്ടെന്ന് കാടിനുള്ളിൽ വെടിയൊച്ചകൾ മുഴങ്ങി. വെടിയുണ്ടകൾ മരങ്ങളിൽ തറച്ചു കയറുന്ന ശബ്ദം പുഷ്പയെ ഭയത്തിന്റെ മുനമ്പിലെത്തിച്ചു. രാമു വേഗത്തിൽ അവളെ ഒരു വലിയ പാറയുടെ പിന്നിലേക്ക് മാറ്റി നിർത്തി. ഇവിടെ ഒളിച്ചിരിക്കൂ, ഞാൻ നോക്കാം, രാമു പറഞ്ഞു. എന്നാൽ പുഷ്പ അവന്റെ കൈവിടാൻ തയ്യാറായില്ല. ഇല്ല, ഇനി നമ്മൾ വേർപിരിയരുത്. മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. ഗുണ്ടകൾ തോക്കുകളുമായി അവരെ വളഞ്ഞു. അവർ രാമുവിനെയും പുഷ്പക്കും നേരെ തോക്കു ചൂണ്ടി. മരണം തൊട്ടടുത്തെത്തിയ നിമിഷം രാമു പുഷ്പക്ക് മുന്നിൽ ഒരു മതിൽ പോലെ നിന്നു. എന്നാൽ പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു പോലീസിന്റെ സൈറൺ മുഴങ്ങി. അത് കേട്ട ഗുണ്ടകൾ പരിഭ്രാന്തരായി തോക്കുകൾ ഉപേക്ഷിച്ച് ഓടിമറഞ്ഞു. പോലീസ് സംഘം അവിടെ എത്തിയപ്പോൾ പുഷ്പ രാമുവിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു പൊട്ടിക്കരഞ്ഞു. മരണത്തിന്റെ നിഴലിൽ നിന്ന് അവർ പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെക്കുകയായിരുന്നു. നഗരത്തിലെ ആശുപത്രിയിൽ രാമുവിനും പുഷ്പക്കും ആവശ്യമായ ചികിത്സ നൽകി. രാമുവിന്റെ മുറിവുകൾ ഉണങ്ങാൻ ദിവസങ്ങൾ എടുത്തു. ആ സമയമത്രയും പുഷ്പ അവന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ആഡംബരങ്ങളുടെ ലോകത്ത് താൻ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനവും സുരക്ഷിതത്വവും രാമുവിന്റെ സാമീപ്യത്തിൽ അവൾ കണ്ടെത്തി. പോലീസ് നടപടികൾ പൂർത്തിയായതോടെ പുഷ്പക്ക് തന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും ബംഗ്ലാവും തിരികെ ലഭിച്ചു. എന്നാൽ ആ വലിയ ബംഗ്ലാവിലേക്ക് മടങ്ങിയ പുഷ്പക്ക് അവിടെ തങ്ങാൻ കഴിഞ്ഞില്ല. ഓരോ നിമിഷവും അവൾ രാമുവിനെ ഓർത്തു. തന്റെ ബന്ധുക്കൾ പണത്തിന് പിന്നാലെ ഓടിയപ്പോൾ ഒന്നുമില്ലാത്ത രാമു അവൾക്ക് വേണ്ടി രക്തം ചിന്തിയത് അവളുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. ഒടുവിൽ അവൾ ഒരു നിർണായക തീരുമാനമെടുത്തു. തന്റെ സമ്പത്തും നഗരത്തിലെ ജീവിതവും ഉപേക്ഷിച്ച് അവൾ വീണ്ടും ആ ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. രാമുവിന്റെ ആ ചെറിയ മൺകുടിൽ ഇപ്പോൾ അവൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരമായി തോന്നി. ഗ്രാമത്തിലെത്തിയപ്പോൾ രാമു എപ്പോഴും എന്ന പോലെ തന്റെ ആടുകളുമായി പുഴയുടെ തീരത്തുണ്ടായിരുന്നു. അവനെ കണ്ടതും പുഷ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ മുൻപിൽ നിൽക്കുന്ന പുഷ്പയെ കണ്ട് രാമു അത്ഭുതപ്പെട്ടു. അവൾ തന്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയിരിക്കുമെന്ന് അവൻ കരുതി. എന്നാൽ പുഷ്പയുടെ കണ്ണുകളിലെ തിളക്കം മറ്റൊന്നായിരുന്നു. അവൾ സാവധാനം അവന്റെ അടുത്തേക്ക് നടന്നു. കോടീശ്വരിയായ ആ സ്ത്രീ തന്റെ എല്ലാ ആഡംബരങ്ങളും ഉപേക്ഷിച്ച് വെറുമൊരു സാധാരണക്കാരിയായാണ് അവിടെ എത്തിയത്. നിങ്ങൾ തിരിച്ചു വന്നോ എന്നവൻ പതുക്കെ ചോദിച്ചു. പുഷ്പയുടെ മറുപടി ഒരു പുഞ്ചിരിയായിരുന്നു. പണവും പ്രതാപവും നൽകുന്നതിനേക്കാൾ വലിയ സമാധാനം രാമുവിന്റെ സാമീപ്യത്തിൽ അവൾ കണ്ടെത്തിയിരുന്നു. ഒട്ടും വൈകാതെ ആ ഗ്രാമത്തിലെ ചെറിയ ക്ഷേത്രത്തിൽ വെച്ച് അവർ വിവാഹിതരായി. ഒരു കോടീശ്വരിയും ആട്ടിടയനും ഒന്നിക്കുന്നത് കണ്ട് ഗ്രാമവാസികൾ അത്ഭുതപ്പെട്ടുവെങ്കിലും അവരുടെ സ്നേഹത്തിനു മുന്നിൽ എല്ലാവരും തലകുനിച്ചു. പുഷ്പ തന്റെ സമ്പത്ത് ഗ്രാമത്തിന്റെ നന്മക്കായി വിനിയോഗിച്ചു. അവിടെ സ്കൂളുകളും ആശുപത്രികളും നിർമ്മിച്ചു. രാമു എന്നും അവളുടെ കരുത്തായി കൂടെ നിന്നു. ജീവിതം അവസാനിപ്പിക്കാൻ പുഴയിൽ ചാടിയ പുഷ്പക്ക് രാമു നൽകിയത് കേവലം ജീവൻ മാത്രമല്ല, മറിച്ച് സ്നേഹത്തിന്റെ പുതിയൊരു ലോകമായിരുന്നു. പണമല്ല, മനുഷ്യത്വമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ആ ദമ്പതികൾ തെളിയിച്ചു. വഞ്ചനയുടെ ലോകത്തു നിന്ന് മോചിതയായ പുഷ്പയും സത്യസന്ധനായ രാമുവും ആ കൊച്ചു ഗ്രാമത്തിൽ സമാധാനമായി ജീവിച്ചു.